ഇന്ന് നമ്മൾ കാണാമെന്ന് വെച്ചാൽ ഇത് സ്വരാജ് മാസ്റ്റർ വണ്ടിയാണ്, BS6 വണ്ടി. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലെയർ അടിക്കലാണ്. ബാക്ക് വീലെല്ലാം അയച്ച് ലൂസാക്കി വെച്ചിട്ടുണ്ടല്ലോ. നീ തന്നെ ഏറ്റവും കൂടുതൽ അസോസിയേഷൻ ലീവില്ലാതെ പണിയെടുത്തായിരുന്നു. അല്ല അങ്ങനെയല്ല അടുത്ത ആഴ്ച അല്ല ഫാബ്രിക്കേഷൻ ഇവിടെ വന്നാക്ക് ഡെയിലി വീഡിയോ എടുക്കാൻ വകുപ്പ് കിട്ടുമോ? അതൊന്നുമില്ല. ഗ്രീസ് ഉരിക്കനാ? ലീഫാ? ആ ലീഫൊന്നും മാറ്റം ഇതുവരെ. അപ്പൊ എൻ്റെ അടിച്ചപ്പറേ ആ ശരിയാണ്, ആടടിക്കും. തിരിച്ചടിക്കൂ. എന്തിനാ അടിക്കുന്നത്? അതെ, നിങ്ങൾക്ക് അതിനെ കൊണ്ടൊന്ന് പ്രശ്നം. അത് മാന്തും, ഒരു സ്ഥലത്ത് കയറൂലേ ഇങ്ങനെ ലീഫ് അടിച്ച് പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ. ടാറ്റോട്ടം തന്നെ മാന്തത്. താവും ചില അങ്ങനെ അത്. അനന്ത് വിശദീകരിക്കാൻ അതിനെ കുറിച്ച്. അതാണ് ക്യാമ തിരിയുമ്പോ ഇങ്ങനെ തിരിയുന്നെല്ലാം പറഞ്ഞ വിശദീകരിക്കുന്നത്. അതൊന്നുമില്ല, നീ ഒന്ന് പോയായിരുന്നു. ഇത് വലിയ സംഭവമൊന്നുമില്ല. ഇതാണ് ഇതിന്റെ ബ്രേക്കിംഗ് സെറ്റപ്പ് വരുന്നത്. ഈ ബ്രേക്ക് കെട്ടുമ്പോൾ ഈ സാധനം ഇങ്ങനെ തിരിയും. ഇത് തിരിയുമ്പം നമ്മളെ എന്താണ് ഡ്രമ്മിലേക്ക്
ബ്രേക്ക് ലൈൻ പോയിട്ട് ബാറാവും. അങ്ങനെ അത് ഞാൻ കാണിച്ചു തരാം, കുറച്ചേരം കാണിച്ചു തരാം, വെച്ചിട്ട് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ഇത് ബെയറിങ്, ഇത് ഹബ്ബ്, ഇത് ഡ്രമ്മ് കൊടുത്തറാ. ഇതതിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളും വരുന്നതാണ്. ഇതെല്ലാം കഴുകി സെറ്റപ്പാക്കി വെച്ചിട്ടല്ലേ എല്ലാം. ഇതിന് തിരിച്ച് കയറ്റാറുണ്ട്, ഗ്രീസ് ഇട്ട് തിരിച്ച് കയറ്റണം. ഇപ്പോൾ സെയിം ഇപ്പുറ സൈഡും അയച്ച് ക്ലീൻ ആക്കിയോ. ഡീസൽ അഴിച്ച് ക്ലീൻ ആക്കുന്നു വൃത്തി. അല്ല എന്തോ അവനവൻ ഉണ്ടെങ്കിൽ അവനവന് കൊള്ളാം ഇല്ലേ? അതന്നെ എടാ, ഇതെല്ലാം മേടിച്ചാൽ നാളെ നടക്കൂലോ. പൈസ ഉണ്ടാകുമ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചോളാം. അതല്ലേ പൈസ ഉണ്ടാക്കാനും പഠിക്കണം. വെറുതെ വെള്ളം കുടിച്ച് നടന്ന കാര്യമൊന്നുമില്ല. കുറേ കമ്പനി കൂടിയിട്ടും കുറേ വെള്ളം കുടിച്ച് നടക്കുന്ന കാര്യം ഒരാവശ്യത്തിന് ഒരുത്തരും ഉണ്ടാവുകയും ചെയ്യില്ല. ഉണ്ടാവില്ലല്ലോ, ചിലപ്പോൾ അവരുടെ സാഹചര്യം അതിലും മോശമായിരിക്കും. അപ്പോൾ ഇത് മൊത്തം ഗ്രീസിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യണത്. ഹബിലേക്ക് മൊത്തം ബെയറിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. ഇവിടുത്തെ സകലമാന വണ്ടിയുണ്ട്. ചെങ്ങ കൊണ്ടുപോവാ എന്നിട്ടല്ലേ കംപ്രസർ മണിക്കറാ എന്നാന്ന് മേടിച്ചു. പിന്നെന്ന് വർഷം വെക്കാനാ. അത് കുറച്ച് കാട്ടിലെത്തി ആട്. കഴിഞ്ഞ പ്രാവശ്യം കൊറേ കമ്പൊക്കെ എടുത്ത് കൊടുത്തു. ഇതിനോടൊക്കെ ഒരു കമ്പൊക്കെ വന്നു, അതിൻ്റെ ഉള്ളത്തെ സാധനം പൊട്ടി. ആ സാധനം എടുത്ത് പെരുതിട്ട് മടുത്ത് എന്നിട്ട് ലാസ്റ്റ് ആ പുതിയ ഒന്ന് വേണ്ടി അതിലൂടെ അയച്ചു. എനിക്ക് ആ കമ്പൊക്കെ കിട്ടില്ല. ഈ അവസ്ഥ അതിനിപ്പോ വേറെ മൊബൈലിന് എടുത്തിടാ. എന്ത് പുതിയ കമ്പത്തിൽ നഷ്ടം. കമ്പത്തിൽ വെച്ചിട്ട് അതിലൂടെ സാറായിട്ട് ഞാൻ ഇട്ടിട്ട് ആലോചിക്കാം എന്റെ അവസ്ഥ. അനീഷേട്ടൻ മറ്റേന്റെ പുതിയ കംപ്രസറാന്ന് പറഞ്ഞു വണ്ടിയിലെ. അയാൾ പറയുന്നേ വണ്ടി മറ്റേക്ക് വണ്ടി ഇപ്പളേ വരില്ലല്ലോ സ്കൂളിന്. അത് ഞാൻ ഓടല്ലോ പറഞ്ഞു. ഞാൻ മുൻചപ്പര അടിക്കണ റാക്കനാ എങ്ങനത്തെ ടൈപ്പാണ്? ഫുള്ള് അനന്തൂനെ ഞാൻ യൂട്യൂബിൽ കിട്ടിയ ഫേമസ് ആക്കുന്നു. പറ്റുന്നപ്പുറത്തൊരു വലിയ സ്കൂട്ടർ സ്കൂട്ടറോ ഇന്ന് അത് വേണം എടുത്തു പോയി. ഇതാണ് മോനെ ഇതിന്റെ പ്രശ്നം. തട്ടിക്കറില്ല, ഹൈലി റിസ്ക് സാധനം. ഹെൽമെറ്റിലിട്ട് പോയാൽ മതി. കൈ 500 വന്നാൽ നിന്റെ പെറ്റി അടിക്കും ഞാൻ നിന്നെ. പിന്നെ ഹെൽമെറ്റായിട്ട് ഓടില്ല എന്നാ നിന്റെ അതം. ഏറ്റവും ടാസ്ക് പരിപാടിയാണെന്ന് എന്ത് പറയുന്നത്? എടാ ഇത് അങ്ങനെ പറഞ്ഞാ ഇത് ഏറ്റവും സിമ്പിൾ പരിപാടിയാണ്. കറക്റ്റ് അല്ലെങ്കിൽ സീല് പോകും. കറക്റ്റ് തട്ടിക്കയറ്റണം.
ശരിയാനോ ഇല്ലയോന്ന് ഇല്ലാരും വന്ന് നോക്കുകയും ചെയ്യില്ല, നീ പഠിക്കണ്ട. ശരിയാനോ ഇല്ലയോന്ന് ഇല്ലാരും വന്ന് നോക്കുകയും ചെയ്യില്ല. ദൈവമേ, അതെല്ലാം കട്ടിയ, അതൊന്നും വിഷയമില്ല. അതാക്കാം. ആ കേറിയത് പോയി. എന്ത് സീലടിച്ച് കയറ്റി വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ ജയിച്ചു. എന്നിട്ടാണ് അപ്പുറ സൈഡ് ഇടാന്നാ, സമാധാനത്തിലിടണ, സമ്മതിക്കില്ലേ? എല്ലാ സൈഡിലേക്കും ഞാൻ വന്നിരിക്കും. ഇപ്പൊ ഹബ്ബ് കയറ്റാൻ പോയെന്ന്, എന്ത് ഹബ്ബ് കയറ്റിയിരിക്കുന്നു. നിന്റെ കുന്തി മാത്രമല്ല എനിക്ക് കാണുന്നില്ല. നമുക്ക് കൊള്ളിച്ചു. പിടിച്ചില്ല കഷ്ടപ്പാ. ഒന്നാമത്തെ വർഷം അതാ അതാ അതാ. ഇതെന്ത് ഇതാറാ ബെയറിങ്ങാണ്? അല്ല, ഇതിനെ വേറെന്തോ പറയില്ലേ ഇങ്ങനത്തെ ബെയറിങ്ങിനാ? ഇങ്ങനത്തെ പേരുണ്ടാ ഇങ്ങനത്തെ ബെയറിങ്ങിനാ പറയുന്നത്? അല്ലടാ, ഈ ബെയറിങ് എന്താ പറയുന്നുണ്ട്? നമ്മളെ നീഡിൽ ബെയറിങ്, നീഡിൽ ബെയറിങ് അല്ലേ ഇത്? ഇതെന്ത് സാധനം? ഇതല്ല, നീ ചോദിക്കണ്ടേണെന്തോ ഇതൊക്കെ. മിസ്സൈ നോക്കുന്നു. ടൈറ്റായി മാക്സിമം. അതെന്നെ പറഞ്ഞത്, അതിൻ്റെ ആയി. കൗലമേ, എൻ്റെ മൊത്തം കുരുവരെ കാണുന്നുണ്ടായിരുന്നു.
ഒരു ഗോപുരം കൂടെ ഇറക്കാനുണ്ട്. എന്നിട്ടാണ് അതെല്ലാം സെറ്റാക്കാൻ. അതാണ് ആ കറക്കല ഉണ്ടെന്ത്, ഇത് കാണുമ്പോൾ ആളിങ്ങനെ ഞെട്ടണം. മുമ്പേ ടനാവന്ത് ചെത്തിക്കളയണം, ക്ലീനാക്കി. ആക്സിലിടുന്നു. ആക്സിലും കൂടി ടനാബോണ്ട് ടൈറ്റ് ആക്കിയാൽ പരിപാടി കഴിഞ്ഞു. ഇത് ടനാബോണ്ടാ, മറ്റേ കമ്മ. അത് വേറെ വീഡിയോ, ഓരോന്നും സെപ്പറേറ്റ് ചെയ്യാം. ബൈക്ക് ഇപ്പോൾ അപ്പുറത്തേക്കും വീല് സെറ്റാക്കണ്ട നീ. ആ സമയം നോക്കി ടാസ്ക് ആണോ? സമയം 11 മണി ഉണ്ടാവും. ഞാൻ വരുമ്പോൾ തന്നെ 10 അനിയനാ നിറ പിന്നെ അനന്തിനൊക്കെ ഇന്ന് രാത്രി യൂട്യൂബിലുണ്ടാവും. എല്ലാവരും കാണണം, നീയെല്ലാം കാണണം. ഇത് യൂട്യൂബ് തുറക്കാൻ കഴിയില്ല, ഒന്നെങ്കിൽ അല്ലെങ്കിൽ ചേച്ചി. പിന്നല്ല ഇപ്പൊ കുറവാണ്, ഒക്കെ പണിക്ക് വന്നാണ്, സമയം കിട്ടുന്നില്ല വീഡിയോ. യൂട്യൂബ് തുറക്കുമ്പോ കാര്യം കൂട്ടി കൊടുത്തോ. നീ ഇവനെ അടിമയാക്കി വിട്ടേന്ന്. എന്താ സാധനം പറ്റിണ്ട്, ഒരു സാധനം മാറ്റി 100 തരാം. പിന്നെ ഒരു സാധനം കൂടി മാറ്റാനില്ല. പാച്ചാല് എടാ കറണ്ട് കടന്ന് എത്ര പൈസടാ? 7,300. ഞാൻ വിചാരിച്ചു നീ കമ്മീഷൻ അടിക്കല്ലേ, അതന്നെ പറഞ്ഞത്. പണിക്കും പോലെ കണ്ടിങ്ങനെ നടക്കാൻ. ഞാനായിട്ട് ഇരിക്കുന്നതാണല്ലേ. ഞാൻ ഇത് അടുത്ത നീ യൂട്യൂബറൊക്കെ ക്ലിക്കാണെന്ന് പണിക്ക് പോകണ്ടല്ലോ, ജീവിതകാലം തെച്ച് പണിക്ക് പോകണ്ട. നാളത്തെ സൂര്യോദയം അനന്തുൻ്റെ ആണ്. ഇത് ഇങ്ങനെയൊന്നല്ല ആക്കേണ്ടത്. ഇങ്ങനെയും ചെയ്യാം. ഇതെല്ലാം ഇങ്ങനെ ഓ അന്നേരം ഒരു സ്റ്റഡ് പൊട്ടീനാ, അതില്ല അല്ലേ? അത് മറ്റേ ഇത് പുള്ളർ ചെയ്യുന്നേ. ഒരു തട്ട് ഒരു മുട്ട് ശരിക്കെല്ലാം പുള്ളറെല്ലാം വെച്ച് ഊരണ്ടാന്ന്. എങ്ങനെയാണ് ഇതിൻ്റെ ഇത് ശാസ്ത്രീയ വശം? എന്ത് പുള്ളർ? മറ്റേ പണ്ട് പറഞ്ഞെങ്ങനെയാ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് പൊട്ടി പറഞ്ഞെങ്ങനെ? ഇതിൻ്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് പൊട്ടിയതായിരുന്നു, അത് മാറ്റണമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഹബ് സെറ്റായി. ഇതാണ് ലോക്ക്. ഇതിപ്പോ അൻപതിന്റെ കുണ്ടി മാത്രമേ ഇടക്കൊക്കെ കാണുന്നില്ല.
Mayo, 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 ചക്കര കുടം തായോ തായോ. വണ്ടിക്കന്നെ കള്ളൻ കള്ളൻ കള്ളൻ. എല്ലാം ഒരു കുടുംബത്തിലേക്ക് തന്നെയല്ലേ. അതിൻ്റെ ഒരു സുലാഫി പോയിട്ടാ എങ്കിലും മറ്റേ സുനാഫി കണക്ട് ചെയ്യുന്നു അതിന്റെ ബുഷ് പോയിന്നാ സിംഗാമിന്റെ ബുഷ്. പിന്നെ വീലിൻ്റെ കാറ്റ് കയറുന്ന നെറ്റ് 2500 ഞാൻ അതാ പെട്ടി വരില്ല പെട്ടി വന്നിട്ട് ഈ സാധനം അനങ്ങുമ്പോഴാണ് ബ്രേക്ക് കിട്ടും. നമുക്ക് ഈ ഡ്രമ്മും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഭാഗത്തെ പണി ഓക്കെ ആയി. ശ്രദ്ധിക്കാറുണ്ട്. പുതിയ ലൈൻഡർ എന്നാ ഈ മറ്റേ ഇതുണ്ടാ കറക്റ്റ് സ്ഥലം ഉണ്ടാ? സൗകര്യമായിരുന്നാ കിട്ടുന്നതൊക്കെ കയറ്റി കൊള്ളിച്ച് പോകുന്ന. നിങ്ങൾക്ക് എയറിൻ്റെ ഗണ്ണുണ്ടെങ്കിൽ നല്ല സുഖമാണ്. കുറേ അധ്വാനം കുറഞ്ഞു കിട്ടും. ഏത് എന്തേ ആടാ എയർ ഗണ്ണ് മറ്റേ ഇത് ടൈറ്റ് ഉണ്ടെങ്കിൽ എത്ര അയക്കാം? റക്കട 4 വെക്കല് കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. പൊടി പോകുന്നതെല്ലാം പോണം, പൊടിയെല്ലാം പോണം. എന്താ ചെങ്ങ എല്ലാം ചാവുന്ന തോന്നുറാ. വെച്ചാതി മഴ കുട്ടാട്ടല്ലേ ഓടുന്ന മഴ. ടയർ കയറ്റി സെറ്റാക്കി ഒരു ടയർ ഇട്ട് രണ്ടാമത്തെ സെക്കൻഡ് ടയർ ഇടുന്ന്. അങ്ങനെ ആ ടയറും കൊള്ളിച്ചു. എന്താ മോനെ എമ്മാരി മാടാ, എന്ത് കാറ്റടാ, എന്റെ വണ്ടികളൊക്കെ പറ പോവാ.